ഹലോ, വിത്ത് യുവർ ഹാൻഡ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കാന്താ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ ഡിസൈൻ കാന്താ വർക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. കാന്താ വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തുടക്കക്കാർക്ക് നല്ല എളുപ്പമായിരിക്കും. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഡിസൈനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ നമുക്ക് ക്ലോത്തിലേക്ക് വരച്ചെടുക്കാം. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രെയിം ഇട്ട് ടൈറ്റ് ചെയ്യുക, എന്നിട്ട് തയ്ച്ചു തുടങ്ങാം. തയ്ച്ചു തുടങ്ങാനായിട്ട് ഞാനിവിടെ ആദ്യം സ്റ്റെമ്മും ലീഫുമാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടൊരു ഡാർക്ക് ഗ്രീൻ ആങ്കർ എംബ്രോയിഡറി ത്രെഡാണ് എടുത്തേക്കുന്നത്. 3 ഇഴ നൂലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സ്റ്റെമ്മിൻ്റെ ഒരു അറ്റത്തു നിന്ന് നമുക്ക് നീഡിൽ മുകളിലേക്ക് കുത്തിയെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വളരെ കുറച്ച് ക്ലോത്ത് ഇതുപോലെ കുത്തിയെടുക്കുക, എന്നിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇതുപോലെ ഓരോരോ സ്റ്റിച്ചായിട്ട് കുത്തി എടുക്കുക. 2-3 സ്റ്റിച്ചുകൾ ഇതുപോലെ കുത്തി ഒരുമിച്ചെടുക്കാം. തുടക്കക്കാരായിട്ടുള്ളവർ ഓരോരോ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇങ്ങനെ നമുക്ക് ആ സ്റ്റെം മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ കുത്തി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ സ്റ്റിച്ചുകൾ തമ്മിലുള്ള ഗ്യാപ്പും സ്റ്റിച്ചിൻ്റെ വലിപ്പമൊക്കെ ഒരുപോലെ ഇരിക്കണം. എന്നാലേ തയ്ച്ചു കഴിയുമ്പോൾ ആ വർക്കിനൊരു നല്ല ഭംഗി വരുള്ളൂ. ഏറ്റവും ബിഗിനിങ് സ്റ്റിച്ചായിട്ടുള്ള ഈ റണ്ണിങ് സ്റ്റിച്ച് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ബാക്കി സ്റ്റിച്ചുകളൊക്കെ ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തുടക്കക്കാരായിട്ടുള്ളവരെ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം. നമ്മളുടെ ചുരിദാറിലോ അല്ലെങ്കിൽ ഷോളിലോ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് സാരിയിലും ഷോളിലൊക്കെ ഒരുപാട് കാന്താ വർക്ക് കാണുന്നുണ്ട്. അത് നമുക്ക് സ്വയം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ നോക്കുന്നത്. നമ്മുടെ ആ സ്റ്റെം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലീഫിൻ്റെ ഔട്ട്ലൈനും ഇതുപോലെ തയ്ച്ചെടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ബേസിക് എംബ്രോയിഡറി സ്റ്റിച്ചസ് പാർട്ട് 1 എന്ന ഒരു വീഡിയോ ഉണ്ട്. അതിലാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് റണ്ണിങ് സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് അറിയാൻ പാടില്ലാത്തവർ അതൊന്ന് പോയി നോക്കുക. ഇതുപോലെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അതും അതിൻ്റെ ഔട്ട്ലൈൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം. ചെറിയ ചെറിയ റണ്ണിങ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ലീഫ് കംപ്ലീറ്റ് അതുപോലെ ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ലീഫും സ്റ്റെമ്മും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഔട്ട്ലൈനാണ് ചെയ്യാൻ പോകുന്നത്. ഡാർക്ക് റെഡാണ് എടുത്തിരിക്കുന്നത്. 3 ഇഴ നൂല് തന്നെയാട്ടോ എടുത്തിരിക്കുന്നത്. പെറ്റലിൻ്റെ ഒരു അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് വളരെ ചെറുതായിട്ട് കുത്തിയെടുക്കുക. വളരെ ചെറിയ സ്റ്റിച്ച് എടുത്തില്ലെങ്കിൽ നമുക്ക് ആ ഡിസൈൻ മനസ്സിലാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചെറിയ ഡിസൈനൊക്കെ തയ്ക്കുമ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചുകളെ തയ്ക്കാവുള്ളൂ. എന്നാലേ തയ്ച്ചു കഴിയുമ്പം ആ പെറ്റലിൻ്റെയൊക്കെ ഷേപ്പ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുത്തി കുത്തി എടുത്ത് നമുക്ക് ആ പെറ്റൽ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ഒരു പെറ്റൽ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് അറ്റത്തായിട്ട് സൂചി താഴേക്ക് കുത്തി താഴ്ത്തുക, എന്നിട്ട് നെക്സ്റ്റ് പെറ്റലിലേക്ക് പോവുക. അടുത്ത പെറ്റലുകളെല്ലാം ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. വളരെ നീറ്റായിട്ട് തയ്ച്ചെടുക്കണം ഇതുപോലെ.
ഇനി നമുക്ക് എല്ലാ പെറ്റലും ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാ പെറ്റലും ആ ഡിസൈൻ്റെ മുഴുവൻ ഔട്ട്ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഔട്ട്ലൈൻ മാത്രം തയ്ച്ചിട്ടും ഭംഗിയാണ്. ചെറിയ ഡിസൈനല്ലേ. നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അതിൻ്റെ പെറ്റലിൻ്റെ ഉള്ളിലാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനൊരു ഓറഞ്ച് ഷെയ്ഡ് നൂലാണ് എടുത്തിരിക്കുന്നത്. 3 നൂല് തന്നെ. ഏതെങ്കിലും ഒരു പെറ്റലിൻ്റെ ഒരരികത്തായിട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതൊരു ചെറിയ പെറ്റലായതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് തയ്ച്ചാൽ മതി. ഷേപ്പൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല. വെറുതെ സ്ട്രെയിറ്റ് ലൈൻസായിട്ട് അതിൻ്റെ ഉള്ളിൽ റണ്ണിങ് ചെയ്ത് ഫില്ല് ചെയ്യുക. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണമെന്ന് മാത്രം. ആദ്യത്തെ ഒരു ലൈൻ ഇവിടെ തയ്ച്ചു. ഇനി നമുക്ക് ആ ലൈനിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത ലൈൻ തയ്ക്കണം. ഒരുപാട് ഗ്യാപ്പ് വരരുത്. അങ്ങനെ കുത്തിയെടുക്കുക. ഇനി നമുക്കവിടെ ഒരു ലൈനും കൂടെ തയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു ലൈനും കൂടെ തയ്ക്കുക. നമ്മളുടെ പെറ്റലിൻ്റെ വലിപ്പം അനുസരിച്ച് ആ ലൈനുകളുടെ എണ്ണം കൂട്ടണം. വലിയ പെറ്റലൊക്കെ ആണെങ്കിൽ ഒരുപാട് തയ്ക്കേണ്ടി വരും. ഫില്ലാക്കുക അതുപോലെ തയ്ച്ച്. ഇപ്പം നമ്മുടെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരേ കളറിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഔട്ട്ലൈനും അകത്തെ ഫില്ലിങ്ങും ഒരേ കളറിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വളരെ കോൺട്രാസ്റ്റ് ഷെയ്ഡൊക്കെ എടുത്തിട്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഒരു ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും അങ്ങനെയും നമുക്ക് പെറ്റൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡാർക്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ട് സെയിം കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡ് വെച്ച് അകത്ത് ഫില്ല് ചെയ്യാം. അതും ഭംഗിയായിരിക്കും. രണ്ടാമത്തെ പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പെറ്റലും കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഗ്യാപ്പ് വരുത്താതെ റണ്ണിങ് ചെയ്ത് ഫില്ല് ചെയ്യുക. നമ്മുടെ ഇപ്പോൾ ഈ ഡിസൈനിൽ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ ഡിസൈനാണ്. എന്നാലും നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചെടുക്കാം. ഇതുപോലെ ഒരു സാരിയിൽ ചെയ്ത കാന്താ വർക്ക് ഡിസൈനാണിത്. സാരിയുടെ മുന്താണിയിൽ ഒരു വലിയ ഡിസൈൻ ചെയ്തേക്കുകയാണ്. വലിയ ഡിസൈൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിസൈൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ തയ്ക്കാൻ പഠിക്കണം. അതായത് കേവൊക്കെ വരുമ്പം നമ്മളിങ്ങനെ വളച്ച് തയ്ക്കണം. മറ്റേ നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് തയ്ച്ചത് ചെറിയ ഡിസൈനിൽ. ഇവിടെ നമ്മളിങ്ങനെ വളച്ചെടുക്കുക. അപ്പോഴേ നമ്മൾ ആ ഡിസൈന് നല്ല ഭംഗി വരുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഷെയ്ഡ് എടുക്കുന്നത് നമുക്ക് നല്ല കളർഫുള്ളാക്കി വേണമെങ്കിൽ എടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും വീണ്ടും കാണാം. താങ്ക് യു.